എല്ലാവരും പറയും സമയം മോശമാണ്, സമയം മോശമാണ് എന്നുള്ളതൊക്കെ അല്ലേ. ഞാനും പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ സമയം മോശം ഉള്ളത് കൊണ്ടാണ്, എല്ലാം ഒന്ന് ശരിയാകും എന്ന് വിചാരിച്ചിരുന്നു. ശരിക്കുള്ള സമയം മോശം എന്നുള്ള പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തി ശരീരം കൊണ്ട് മൊത്തം തളർന്നിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ സമയം മോശമായത് കൊണ്ടാണ് എന്നുള്ളത്. അതല്ലെങ്കിൽ ചുമ്മാ റോഡിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് അടിച്ചിട്ട് ആളെ തെറിപ്പിച്ച് വീഴ്ത്തുമ്പോഴും പറയാം സമയം മോശമായത് കൊണ്ടാണ് പാവം എന്നുള്ളത്. അപ്പൊ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇരിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾക്ക് എണീക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, ആലോചിക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പറയും എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ എവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യുന്നോ തടസ്സങ്ങൾ. നമ്മളൊന്ന് പ്രതീക്ഷിച്ചിട്ട് പോകും, ഇവിടെ നിന്ന് വരെ എത്തുന്ന ഒരു സമാധാനത്തിന് അവിടെ പോകുമ്പോഴായിരിക്കും അത് കഴിഞ്ഞു പോകുന്നത്. അതൊന്ന് കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ആകട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റിസ്ക് എടുത്തിട്ട് പോകുമ്പോൾ അവിടെയും നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ എല്ലാ തരത്തിലും പ്രശ്നങ്ങളായിരിക്കും, സാമ്പത്തികമായി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലും. വേണ്ടപ്പെട്ടവർ വിട്ടു പോകുന്നുണ്ടാവും, വീട്ടിലായിരിക്കും പോയിട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഡിപ്രഷനായിട്ട് ചില ആലോചനകൾ പോലും നമുക്ക് അങ്ങനെ പോകും. സൂസൈഡ് ലെവലിൽ പോലും നമ്മൾ ആലോചിച്ചു പോകും. അത്രത്തോളം നമ്മൾ തടന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറയും സമയമോശം. അത് ശരിക്കും ഒരു സമയമോശമായി കാണരുത്. എന്റെ അഭിപ്രായത്തില് കാരണം ആ സിറ്റുവേഷൻ ഒന്ന് തരണം ചെയ്ത് കുറച്ച് വന്നവനാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതൊരിക്കലും സമയമോശമല്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്ത് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുള്ള അവർക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മൾക്ക് തരുന്നത് നമ്മളെ ഒരുപാട് വളർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾക്ക് തരിക എന്നുള്ളതാണ്. കാരണം അതെല്ലാം തരണം ചെയ്ത് വരണം. കാരണം അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കും, അതിന്റെ വാല്യൂ മനസ്സിലാക്കും. നമ്മൾ കിട്ടാൻ പോകുന്നതിന്റെ വാല്യൂ മനസ്സിലാക്കാനാണ്. എന്നാണ് ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ എന്റെ മൈൻഡിനെ പഠിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം പറയുള്ളൂ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് പോകുമ്പോൾ ദൈവം നമ്മൾ അടുത്തെത്തുമ്പോൾ അതിനടുത്ത് മാറ്റി വയ്ക്കും, പിന്നെ എന്റെ അടുത്തെത്തുമ്പോൾ മാറ്റി വയ്ക്കും. അങ്ങനെ ഒരു മാറ്റി അവസരം നമുക്ക് തരും. എന്തിനാണ്? അതിന്റെ വാല്യൂ മനസ്സിലാക്കാനാണ്. ഒരുപക്ഷെ നമ്മൾ ഇത്ര കാലം നമ്മൾ ചെയ്ത തെറ്റുകളുടെയൊക്കെ ഒരു ഭവിഷ്യത്താണല്ലോ കഷ്ടം, ഫൈനാൻഷ്യന്റെ അനുഭവിക്കുന്നത് വലിയ ചെയ്ത തെറ്റുകളുടെ ഒരു ഇതാണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിപ്പിക്കാനാണ് നമ്മളത്. അതിന് വലുതായിട്ടും ദൈവം നമ്മൾക്ക് കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മൈൻഡിൽ ഫിക്സ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ 1000 തടസ്സങ്ങൾ വരും. നമ്മുടെ മൈൻഡിൽ തന്നെ ചിന്തകൾ വരും. അയ്യോ നടക്കില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് സമയമോശം എന്നല്ല, ഇതാണ് എന്റെ നല്ല സമയം, ഇത് ഞാൻ പഠിക്കുകയാണ്, ഇതെന്റെ ജീവിതത്തിൽ എനിക്കുള്ള നല്ല സ്റ്റെപ്പാണ്, എനിക്ക് നാളെ എന്ത് തന്നെ വരുവാണെങ്കിലും ശരി. കാരണം നമ്മൾ അത്രയും സ്ട്രോങ് ആക്കുകയാണ്, മെന്റലി കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ സ്ട്രോങ് ആക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചിട്ട് പോകണം. അതിൽ ഒരിക്കലും സമയമോശം എന്ന് പറഞ്ഞിട്ട് പോകല്ല വേണ്ടത്. അത് നല്ല സമയമാണത്. കാരണം നമ്മൾക്ക് ഈശ്വരൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പഠിക്കാനുള്ള പാഠം. അതിൽ നിന്ന് പാസ്സാവുകയും ചെയ്യും, നമ്മൾ പാസ്സാക്കുകയും ചെയ്യും. കാരണം കൂടെ ഈശ്വരനുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകണം. തരും, പ്രശ്നങ്ങളെല്ലാം തരുന്നത് മൂപ്പര് തന്നെയാണ്. നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ തരുന്നത് മൂപ്പര് തന്നെയാണ്. കാരണം അത്രയും നമ്മളെ സ്ട്രോങ് ആക്കുക. നമ്മൾ അതാണ് വിശ്വസിച്ചിട്ട് പോകേണ്ടത്. നെഗറ്റീവ് ആലോചിക്കുക വേണ്ട. 1000 പേര് പറഞ്ഞാലും കെയർ ചെയ്യാൻ നിൽക്കണം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, അതിലേക്ക് നിങ്ങൾ പോവുക, പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടും. അല്ലാതെ സമയം മോശം എന്ന് പറയരുത്. അതിനെ നല്ല സമയമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.